ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് ഇപ്പോൾ നാട്ടിലായാലും പുറത്തായാലും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു നോൺ വെജ് വിഭവമാണല്ലോ ഞണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അധികം വെച്ച് താമസിപ്പിക്കാതെ ഒരു ഞണ്ട് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റാണ്. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ എൻ്റെ സ്പെഷ്യൽ അല്ല, എൻ്റെ അമ്മ സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റ്. ഞണ്ട് കഴിക്കാൻ ഇഷ്ടമുണ്ടായിട്ടും ഗ്യാസ്, വയറുവേദന അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് വരുമെന്ന് ആലോചിച്ച് ഞണ്ട് കഴിക്കാതിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാതെ നിങ്ങൾക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് കഴിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൺ വരും, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. ആദ്യം നമുക്ക് ഇതിനായിട്ട് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 15 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു സവാളയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, പിന്നെ എരിവ് അനുസരിച്ച് നമുക്ക് മുളകും ചേർക്കാം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് തക്കാളി. അപ്പോൾ അമ്മ 2 തക്കാളി എടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേക്കുമ്പോൾ എന്താ ഉപയോഗമെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുത്തിരിക്കുന്നതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ മാറി റൂം ടെമ്പറേച്ചറിലായി കിട്ടും. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഞണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഏകദേശം 1 കിലോയോളം വരുന്ന ഞണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് ഈ ഞണ്ടിനെ ഇങ്ങനെ നടുക്കൂടി മുറിച്ച് ചെറുതാക്കാം, അതിൻ്റെ കാലൊക്കെ സെപ്പറേറ്റ് ആക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടം. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് മല്ലിപ്പൊടി. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് മുളക് പൊടി. അടുത്തത് കുരുമുളക് പൊടി. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഉലുവാപ്പൊടി. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല, ജസ്റ്റ് നമ്മൾ ഈ പാനിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ റെഡ് ചില്ലിയും കാശ്മീരി ചില്ലിയും കൂടി ഒരുമിച്ച് ഈക്വൽ പ്രൊപ്പോർഷനിൽ ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എരിവും കിട്ടും, ആവശ്യത്തിന് നിറവും കിട്ടും. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് ഒരു ചെറിയ ഫ്ലെയിമിൽ, അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് ചെറിയ തീയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളതെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഇളക്കം തട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചൂടായിട്ട് കരിഞ്ഞു പോവും പൊടി. അപ്പോൾ നമ്മൾ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് നമ്മളിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ചെറിയൊരു കളർ ചേഞ്ചും ആ ഒരു സ്മെല്ല്, പച്ച മണം ഉണ്ടല്ലോ, അതൊക്കെ മാറുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊടിയുടെ എല്ലാ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതായത് ആ പച്ച മണമൊക്കെ മാറി നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ നമുക്ക് വരുന്നത്. ഇനി അത് തീർന്ന് മാറ്റാം. ഇപ്പോൾ മാറ്റിയ ഉടനെ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കാൻ പാടില്ല. അതിന് പകരം നമ്മൾ ജസ്റ്റ് ഇത് കുറച്ച് നേരവും കൂടി ഇങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് തണുപ്പിച്ച് കൊടുക്കണം.
അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ആ പാത്രത്തിൽ തട്ടിയിരിക്കുന്ന അടിഭാഗത്തുള്ള മസാലയെല്ലാം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്നും കൂടി ഇളക്കിയിട്ട് ഒന്ന് തണുപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയാണോ അത് ഒഴിച്ചു കൊടുക്കുക. അതൊഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ കൊച്ചുള്ളി സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നതും ആ പച്ചമുളകും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാലയെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ മസാലയും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള മസാലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഉള്ളിയുമായിട്ട് മിക്സ് ചെയ്ത് ആ പച്ചമണം മാറാൻ സാധാരണ വെയിറ്റ് ചെയ്യുന്നത് പോലെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കാര്യം നിങ്ങൾക്കറിയോ? നമ്മളിപ്പം ചൂടാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനത്തിൽ അല്ലെങ്കിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പച്ചവെള്ളം ഒഴിക്കുന്നതിന് നല്ലത് ഏകദേശം കുറച്ച് ചൂടായി ഇരിക്കുന്ന വെള്ളമാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്കായി വരും. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ചൂട് പെട്ടെന്നങ്ങ് കുറഞ്ഞു പോകത്തില്ലേ? അപ്പം വീണ്ടും അത് ചൂടായി വരാൻ വേണ്ടിയിട്ട് അത്രയും ടൈം എടുക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത വെള്ളം ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രഷ് കറിവേപ്പിലയൊക്കെ കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ 2 or 3 തണ്ട് ചേർത്താലും പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം ഇതിലേക്ക് വീണ്ടും 1/4 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് വീട്ടിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാമെന്ന് പറഞ്ഞ് വേറെ ഒന്നുമല്ല, നമുക്ക് നല്ല ഡൈജഷൻ ഉണ്ടാവുന്നതിനും പ്രത്യേകിച്ച് നല്ല ഹെൽത്തി ആയിരിക്കാനും ഒക്കെ കറിവേപ്പില വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഞണ്ട് ചേർത്ത് കൊടുക്കാം. നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ഞണ്ടിനെ ഇപ്പോൾ അമ്മ 2ആയിട്ടൊക്കെ മുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ പീസൊക്കെ ആയിരുന്നതിനെ 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കാലൊക്കെ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ ഇടയ്ക്ക് മുറിയാത്ത ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ അമ്മ ആ സ്പൂൺ വെച്ച് ഞെക്കി പൊട്ടിക്കും. ഇപ്പോൾ നമ്മുടെ ഞണ്ടും മസാലയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കുക. അതിനുശേഷം ആ മൂടി മാറ്റിയിട്ട് നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ഒരു 20 മിനിറ്റും കൂടി ഇതിനെ കുക്ക് ചെയ്തെടുക്കാം.
മൂടി വെച്ച് 20 മിനിറ്റ് കുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ മൂടിയൊന്ന് മാറ്റിയിട്ട് വെറുതെ ഒന്നിങ്ങനെ ഇളക്കി നോക്കുക. വെള്ളമുണ്ടോ, ചുവട്ടിൽ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ വെറുതെ ഒന്ന് നോക്കുക. അത്യാവശ്യം വെള്ളം നമ്മൾ ഈ ഞണ്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ല എരിവും പുളിയും ഒക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് കഴിക്കാൻ താല്പര്യമുള്ളവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്ന് പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.